മന്നം വൈശാഖം ശ്രീമുരുക ഭക്തജന സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മഹാസ്കന്ദഷഷ്ഠി ആഘോഷങ്ങളുടെ ഭാഗമായി പുഷ്പക്കിരീട പ്രദക്ഷിണം പഞ്ചവാദ്യത്തോടുകൂടി വൈശാഖ് യജ്ഞശാലയിൽ നിന്നാരംഭിച്ച് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തിച്ച് ഭഗവാന് സമർപ്പിച്ചു. ഇന്ന് സ്കന്ദഷഷ്ഠിയുടെ പുണ്യദിനമാണ്. ഇന്നേ ദിവസമാണ് ശൂരപത്മാസുരൻ എന്ന് പറയുന്ന അതിനിഷ്ഠൂരനായിട്ടുള്ള അസുരനെ സുബ്രഹ്മണ്യസ്വാമി നിഗ്രഹിക്കുന്നത്. ആ നിഗ്രഹം നടക്കുന്നത് സന്ധ്യാസമയത്താണ്. ആ സന്ധ്യാസമയത്ത് ശൂരപത്മാസുരനെ നിഗ്രഹിച്ച് വിജയശ്രീലാളിതനായ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിക്ക് ചാർത്താനുള്ള കിരീടവുമായിട്ടാണ് ഇപ്പോൾ ഇവിടുന്ന് വൈശാഖം ശ്രീമുരുക ഭക്തജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈശാഖ യജ്ഞശാലയിൽ നിന്ന് ഈ യാത്ര പുറപ്പെടുന്നത്. ഇത് ഭഗവാന് സമർപ്പിച്ച് ഭഗവാനെ വിജയത്തിന് ശേഷം ഭഗവാൻ ഈ കിരീടം സമർപ്പിച്ച് ഇവിടെ വെച്ച് അദ്ദേഹത്തെ അണിയിക്കും. അങ്ങനെ ഉള്ള ഒരു പുണ്യ ദിവസമാണ് ഇന്ന് ഷഷ്ഠി, ആ സ്കന്ദഷഷ്ഠി. 108 ഷഷ്ഠിവ്രതം എടുക്കുന്ന പുണ്യഫലമാണ് സ്കന്ദഷഷ്ഠി എടുത്താൽ എന്നാണ്. സാധാരണ ഷഷ്ഠിഫലങ്ങൾ ഷഷ്ഠിയൊക്കെ ഉച്ചയോടുകൂടി തീരുന്നുണ്ടെങ്കിൽ സ്കന്ദഷഷ്ഠി മാത്രം സന്ധ്യയോട് കൂടിയിട്ടാണ് വ്രതം അവസാനിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു പുണ്യ ദിവസമാണിന്ന്. അപ്പോൾ ആ ഇതിലേക്ക് ഭഗവാനേക്കുള്ള കിരീടവുമായിട്ട് ഇവിടുന്ന് ഘോഷയാത്ര ആരംഭിക്കുകയാണ്, പ്രദക്ഷിണം ആരംഭിക്കുകയാണ്.